അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കാം. കാക്ക വേദിയിൽ വന്നപ്പോൾ ഞാൻ ഓർത്തത് കൂരിരുട്ടിന്റെ കിടാത്തിയെന്നാൽ സൂര്യപ്രകാശത്തിനുറ്റതോഴി എന്ന വരികളാണ്. അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു എന്നത് ബൈബിൾ അധിഷ്ഠിതമായ ഒരു പ്രയോഗമാണെങ്കിലും അത് എല്ലാ മതങ്ങൾക്കും എല്ലാ സമൂഹത്തിനും പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. ഏത് ഇരുട്ടിലും വെളിച്ചമാവുക, സൂര്യപ്രകാശത്തിന്റെ തോഴനും തോഴിയുമാവുക എന്നതാണ് നമ്മുടെ ദൗത്യം എന്നതിന് യാതൊരു തർക്കവുമില്ല. മാനവസേവ, മാധവസേവ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ ദൈവത്തെ കാണുന്നില്ല. ഇതെല്ലാം ഒന്നാണ്. ഞാനിത് ആദ്യം എവിടെ കേട്ടു എന്ന് ചോദിച്ചാൽ എൻ്റെ LP സ്കൂളിലെ 1ാം ക്ലാസ്സിലെ ബെഞ്ചിൽ ഇരിക്കുമ്പോ ഏലിയമ്മ ടീച്ചറാണ് മാനവസേവ, മാധവസേവ എന്ന് പറയുന്നത്. പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഏത് ജാതിയിലും പെട്ടവരിരുന്ന് പഠിച്ച് പരസ്പരം സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വഴികളിലൂടെ വളർന്നു വരാനുള്ള അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയും, 10ാം ക്ലാസ്സിലെ എന്റെ കൂട്ടുകാരായ താജുദ്ദീനും ഫിറോസുമാണ് ആദ്യമായി എന്നെ ഒരു മണവാളനാക്കിയത്. ഒപ്പന കളിച്ചപ്പോൾ എന്നെ നടുക്കിയിരിക്കൊണ്ട് ഞാൻ മണവാളനായത് അപ്പോഴാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിച്ചപ്പോഴല്ല, 10ാം ക്ലാസ്സിൽ വെച്ച് തന്നെ മണവാളനായവനാണ് എന്ന് പറയാനുള്ള ഓർമ്മ എൻ്റെ ഉള്ളിൽ തന്നത് ഫിറോസും താജുദ്ദീനുമാണ്. ഒരു കൂട്ടുകാരനെ കുറിച്ച് മറ്റൊരാൾ ചോദിച്ചു, എന്താണ് നിന്റെ കൂട്ടുകാരനെ കുറിച്ചുള്ള അഭിപ്രായം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെളുക്കച്ചിരിക്കും അവൻ, പതുക്കെ പല്ലിറുമ്മും, തോളിൽ കൈയിടും അവൻ, കരളിൽ കത്തിയാറ്റും. ഇങ്ങനെയുള്ള അഭിനേതാക്കളുടെ ഒരു ലോകത്തിലേക്ക് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മാറ്റാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വെളുക്ക ചിരിച്ച് പതുക്കെ പല്ലിറുമ്മി തോളിൽ കൈയിട്ട് കരളിൽ കത്തിയാട്ടാൻ ശ്രമിക്കുന്ന ചിലരെ സൃഷ്ടിക്കാൻ വേണ്ടി ചിലരെല്ലാം നമ്മുടെ സമൂഹത്തിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കൂടിവരവ് പ്രസക്തമാകുന്നത്. എന്റെ പേര് മാത്യൂസ് വാഴക്കുന്നമെന്നാണ്. കൊച്ചു കുഞ്ഞാലിരിക്കെ എന്നെ മാമോദീസ മുക്കി. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ വൈദികനാണ്. പക്ഷെ ഓർത്തഡോക്സ് സഭയിൽ ഇരിക്കുമ്പോൾ തന്നെ എന്റെ സഭ, എന്റെ മതം ശരിയാകണമെങ്കിൽ സഭയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് കടക്കണമെന്നും ഈ സഭയ്ക്ക് അപ്പുറത്തുള്ള ജനങ്ങളെ സ്നേഹിക്കണമെന്നുള്ള ബോധം എന്റെ ഉള്ളിൽ തന്നത് എന്റെ സഭയിലെ തന്നെ ചില ബിഷപ്പുമാരും ചില വൈദികരും ഒക്കെയാണ്. എല്ലാ വൈദികരും ശരിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ എന്റെ സഭയിൽ പരിമല തിരുമേനി എന്ന പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. ആ പരിമല തിരുമേനി എന്ന ആൾ പത്തനംതിട്ടയിൽ നിന്ന് വന്ന എന്നെ സംബന്ധിച്ച് ശബരിമലയും പരിമലയും രണ്ടും മലകളുടെ പേരാണ് ആ പത്തനംതിട്ടയുടെ അതിരെന്ന് പറയുന്നത്. ശബരിമലയ്ക്ക് വേണ്ടി ഞാൻ കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ എഴുതിന്റെ പേരിൽ ഈ അച്ഛൻ അത് എഴുതേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്ത ആൾക്കാരും. പക്ഷെ തൊട്ടപ്പുറത്ത് വേറൊരു മല ഞാൻ കാണുമ്പോൾ മല പോലെയുള്ള ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ശബരിമല ഒരു കുന്നാണ്. പക്ഷെ തൊട്ടപ്പുറത്ത് ആലപ്പുഴ ജില്ലയുടെ ഓരത്ത് ചേർന്ന് നിൽക്കുന്ന പരുമലയിൽ അവിടെ വയലുകളും പുഴയും ഒക്കെയാ ഉള്ളത്. അവിടെ മലയില്ല. പക്ഷെ മല പോലെ ജീവിച്ച മഹനീയമായ ജീവിതം നയിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവിടെ വന്ന് പ്രവർത്തിച്ചത് മുളന്തുരുത്തിയിൽ നിന്നാണ്. മുളന്തുരുത്തിയിൽ ജനിച്ചിട്ട് ഈ പത്തനംതിട്ടയുടെ പരിസര പ്രദേശത്ത് വന്ന് താമസിച്ച് പ്രവർത്തിച്ച ഈ പരുമലമാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന ആള് കേരളത്തിലെ പാഠപുസ്തകത്തിൽ കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാൻ പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കെ അദ്ദേഹം പറഞ്ഞു, ഈ ആത്മീയ പിതാവിന്റെ ഒരു പ്രഭാഷണം കുട്ടികൾ പഠിക്കട്ടെ. ഏത് മൗലവിയായാലും ഏത് സന്യാസിയായാലും ഏത് അച്ഛനായാലും നമ്മുടെ പൊതുസമൂഹത്തിന് പഠിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ പറയുന്നവർ ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തിരുവാങ്കുളത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ വലിയ തർക്കമുണ്ടായപ്പോൾ ഈ ബിഷപ്പ് ഹിന്ദുക്കളുടെ പക്ഷത്താണ് നിന്നത്. അപ്പോൾ ഒപ്പമുള്ള ആളുകൾ
മെത്രാച്ചൻ ഞങ്ങളുടെ സ്വന്തം മെത്രാച്ചനല്ലേ, എന്തുകൊണ്ടാണ് ഹൈന്ദവരുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ഹൈന്ദവരുടെ ഭാഗത്താണ് സത്യവും നീതിയും ഉള്ളത്, അതുകൊണ്ട് ആ സത്യത്തോടൊപ്പം ഞാൻ നിൽക്കുമെന്ന് പറയാൻ തന്റേടം കാണിച്ച ഒരു പുരോഹിതന്റെ സഭയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് സഭയ്ക്ക് അതീതനാകാൻ ശ്രമിക്കുന്നത് എന്നാണ് എന്റെ സഭയെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഏത് വിദ്വേഷങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന മനോഭാവത്തോടെ സഞ്ചരിക്കാനുള്ള ഒരു ആത്മീയ ബോധം ഓരോ പുരോഹിതന്മാരും ഏറ്റെടുക്കുകയാണെങ്കിൽ, പുരത്തിന്റെ ഹിതമറിയുകയാണെങ്കിൽ, പുരോഭാഗത്ത് നിഹിതരാവുകയാണെങ്കിൽ ഇവിടുത്തെ മതങ്ങൾ ഈ സമൂഹത്തിന് വെളിച്ചം പകരുന്നതായി മാറും. മത്തായി എന്നാണ് എന്റെ മാമോദീസ പേരെന്ന് ഞാൻ പറഞ്ഞു. എന്റെ പേരിന്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിന്റെ സമ്മാനം എന്നാണ്. ജോസഫ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം നീതിമാൻ എന്നാണ്. ഇപ്പോ ഇവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുടെ പേര് ജോസഫ് എന്നാണ്. നീതിമാൻ എന്നാണ് അതിന്റെ അർത്ഥം. നീതിമാൻ എന്ന് പറഞ്ഞാൽ നീ തിന്നുക അല്ലെങ്കിൽ നീ അനുഭവിക്കുക. ഞാനെല്ലാം വിട്ടുതരാൻ തയ്യാറാണ്, ജനങ്ങൾ അനുഭവിക്കുക എന്ന് പറയുന്ന ഒരാളെയാണ് ആ പേരിൽ അവിടെ കാണുന്നത്. അതുപോലെയാണ് മറിയാം എന്ന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ആ മറിയത്തിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റുകയില്ല, കാരണം ഇത് മാതൃദിനമാണ്. നമ്മുടെ അമ്മമാര് നമ്മളെ സ്നേഹിച്ചതിന്റെ ഓർമ്മയിലാണ് നമ്മൾ ഈ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന എവിടെയാ? എന്നാണ് അവസാനിക്കുന്നത്. ആ അമ്മയെ ഓർക്കുന്ന ദിവസമാണ്. യേശുവിന്റെ അമ്മയായ മറിയം, ആ മറിയത്തെ പോലെ പഴയ നിയമ വേദഭാഗത്തിൽ ഒരാളുണ്ട്. അവിടെ പറയുന്നത് മിര്യാം, മോശ എന്ന വിമോചകനെ തന്റെ സഹോദരനെ ഒരു ഞാങ്ങണപ്പെട്ടിയിൽ വെച്ച് അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുത്ത് പോരാട്ടത്തിന്റെ വിപ്ലവത്തിന്റെ നേതാവാക്കി മാറ്റിയ മിര്യാം. ആ മിര്യാം തപ്പുകൊട്ടി പാട്ടുപാടി ജനത്തെ മുന്നോട്ട് നയിച്ച സ്ത്രീ രക്തമായിരുന്നു. പഴയ നിയമത്തിൽ കാണുന്ന കഥാപാത്രമാണ്. ആ മിര്യാമിന്റെ പുതിയ നിയമത്തിലെ പേരാണ് മറിയം. ആ പേരിന്റെ അർത്ഥം ദൈവത്തിങ്കിലേക്ക് ഉയർന്നവൾ എന്നാണ്, ദൈവത്തെ പോലെ ആയവൾ. എന്തിനാണ് ദൈവത്തെ പോലെ ആകുന്നത്? മാതാപിതാ ഗുരുദൈവം. മാതാവിനെ കണ്ട്, പിതാവിനെ കണ്ട്, ഗുരുവിനെ കണ്ട് ദൈവത്തെ പോലെ വളരാൻ അവരുടെ സഹായത്തോടെ മാതാവ് മാനത്തിന്റെ ദാതാവ്, പിതാവ് പിന്തുണയുടെ ദാതാവ്, ഗുരു പ്രോത്സാഹനത്തിന്റെ വേദി, അതിലൂടെ ദൈവത്തെ പോലെയാകാൻ ദൈവം എങ്ങനെ ഈ സമൂഹത്തെ സ്നേഹിക്കുന്നുവോ അതേപോലെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരെയും സ്നേഹിക്കാം. എന്റെ പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ സമ്മാനം. ജോസഫ് എന്ന് പറഞ്ഞാൽ നീതിമാൻ, മറിയാം എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് ഉയർന്നവൻ. അതുപോലെ ഒരു പേരാണ് ജോർജ്. ജോർജ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം കൃഷിക്കാരൻ. പക്ഷെ എന്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർത്തുകൊള്ളണം. എന്ത് കൃഷിയാണ് ജോർജ് ചെയ്യുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മത്തായി ദൈവത്തിന്റെ സമ്മാനമല്ലെങ്കിൽ പ്രശ്നമായി, ജോസഫ് നീതിമാനായി ജീവിച്ചില്ലെങ്കിൽ പ്രശ്നമായി, മറിയം ദൈവത്തിങ്കിലേക്ക് ഉയർന്നില്ലെങ്കിൽ പ്രശ്നമായി, ജോർജ് നല്ല കർഷകനായില്ലെങ്കിൽ കുഴപ്പമായി. കൃഷി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനസമൂഹവും കർഷകരാണ്. കർഷകരുടെ മുന്നേറ്റമാണ് നാം കഴിഞ്ഞ കാലത്ത് കണ്ടത്. കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള കൃഷിക്കാർ പോരടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം നടത്തിയിട്ട് ഒരു വലിയ വിപ്ലവകരമായ കാഴ്ച കണ്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു ആ സമരം. മനുഷ്യന്റെ അന്നത്തിന് വേണ്ടി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർഷക സമൂഹത്തിന് വേണ്ടിയാണ്. ഈ ബൈബിൾ വായിക്കുമ്പോൾ ആദ്യം ഒരു തോട്ടം ഉണ്ടാക്കി, ഏദൻ തോട്ടം. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും ഏൽപ്പിച്ചു. ആദാം ആരാ? കൃഷിക്കാരൻ. തോട്ടം കാവൽ ചെയ്യാൻ ഏൽപ്പിച്ചു. കർഷക തൊഴിലാളിയാണ് തോട്ടത്തിലുള്ളത്. ആദാം കർഷക തൊഴിലാളിയാണ്. ആ കർഷക തൊഴിലാളികളായ ആ ദമ്പതികൾക്ക് 2 മക്കളുണ്ടായി, കായേനും ഹാവേലും. ഹാവേലിനെ കായേൻ കൊന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ബിഷപ്പ് പറയുന്നത് കായേൻ മാഫിയക്കാരനാണ്. കായേൻ മാഫിയക്കാരനാണ്. അവൻ വേറൊരാളെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹാവേലിന്റെ പരിപൂർണതയിൽ അവന് സന്തോഷമില്ല. കായേൻ മാഫിയക്കാരനാണ്. അപ്പൊ മാഫിയയോട് എപ്പോൾ ആളുകൾ ചേർന്ന് ചേരുമോ, എങ്ങനെ മറ്റൊരാൾ ഈ ലോകത്തിൽ ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരോട് സന്ധി ചെയ്യാൻ ആളുകൾ തയ്യാറാകുമോ, അപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ വർഗീയത വളർത്തുന്നതാരാണ്? ഇന്ത്യയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാരാണ്?
അങ്ങനെയുള്ള വിഭാഗങ്ങളോട് സന്ധി ചെയ്യാൻ കൃഷിക്കാരന് തയ്യാറാകാൻ പറ്റുമോ? അപ്പോൾ പാപം എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ സംഭവിക്കുന്നത്. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റൽ എന്നാണ്. പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റൽ എന്നാണ് അതിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം പോലെ ജീവിതത്തിൽ നമ്മളൊക്കെ എവിടെയാണോ ലക്ഷ്യം തെറ്റാത്ത ചെറുപ്പക്കാരുടെ സംഘമാണ് ഡിവൈഎഫ്ഐ. അതുകൊണ്ടാണ് അവർക്ക് ജാത്യാതീതമായി മാനവ സ്നേഹത്തിന്റെ അനുരണനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്നത്. പരസ്പര സൗഹൃദം ഇല്ലാതാകുന്ന നിമിഷങ്ങളിൽ സൗഹൃദത്തിന്റെ വേദികൾ ഒരുക്കാൻ കഴിയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഈ മൗലവിയുടെ കൂടെ ഈ സ്വാമിയുടെ കൂടെ ഒക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിചാരിക്കാതെ എനിക്ക് പറ്റൂ. നിങ്ങൾ വിചാരിക്കാതെ ഇരിക്കാൻ പറ്റിയത്. ഈ വെട്ടുകാടുകളിലെ അച്ഛൻ സത്യത്തിൽ ഒരു താഴ്മയുടെ വിളതലമാണ്. അദ്ദേഹം പറഞ്ഞത് പള്ളിക്കാണ് വലിപ്പം എന്നാണ് പറഞ്ഞത്. പള്ളിയുടെ വലിപ്പം കൊണ്ടാണ് അദ്ദേഹം വന്നത്. പക്ഷെ ആ വാക്കുകളിൽ ഒരു വലിമയുണ്ട്. സ്വാമിജിയുടെ ഒപ്പം ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമാണെന്ന് ക്രിസ്തുവിനെ കുറിച്ചും യേശുയുടെ വെളിച്ചമാണെന്ന് ബുദ്ധനെ കുറിച്ചും പറയുന്ന വാക്കുകൾ പോലെ കേരളത്തിന്റെ വെളിച്ചമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരച്ഛനാണ്. ഈ ഇരിക്കുന്ന മൗലവിയെ ഞാൻ സെക്കുലർ ഫെസ്റ്റിൽ വെച്ചാണ് കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടും ഒരു കോളേജിലെ വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലായത്. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദത്തിന്റെ ആ ഒരു വലിയ രസം, ആ ഒരു ഇഷ്ടം എന്തെങ്കിലും ജനിപ്പിച്ചതായ ഡിവൈഎഫ്ഐയാണ്. അങ്ങനെയാണ് കണ്ടത്. അപ്പൊ ആ സ്നേഹത്തിന്റെ അനുഭവമുണ്ട്. പക്ഷേ എത്രയെല്ലാം വെറുപ്പുകളുള്ളവരെയും സ്നേഹിക്കുവാനാണ് എന്റെ ക്രിസ്തുനാഥൻ പറഞ്ഞത്. കാണാതെ പോയ ആടിനെ കണ്ടെത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ദൗത്യം. സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പാപിയുടെ മാനസാന്തരത്തിലാണെന്നാണ് പറയുന്നത്. ആർക്കൊക്കെ എവിടൊക്കെ ലക്ഷ്യം തെറ്റിപ്പോയോ ആ ലക്ഷ്യം തെറ്റിയവരെ മാനവ സ്നേഹത്തിന്റെ പന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ് പ്രധാനം. പ്രിയരെ, ഞാൻ കുറെ കാലം മുമ്പ് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പുഞ്ചവയൽ എന്ന് പറയുന്ന പള്ളിയുടെ വികാരിയായിരുന്നു. ആ പള്ളിയുടെ വികാരിയായിരിക്കുമ്പോൾ ആ പള്ളിയുടെ ഒരു കുരിശടി സാമൂഹ്യ വിരുദ്ധരായ ആരോ തകർത്തു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, നമുക്ക് നമ്മുടെ MLA വിളിച്ച് പ്രതിഷേധ യോഗം നടത്താം. ഞാൻ പറഞ്ഞു ശരിയാണ്, ആരാണ് MLA? അപ്പൊ അവര് പറഞ്ഞു PC ഒരു വികാരമാണ് എന്ന് പറഞ്ഞു. PC ഒരു വികാരമാണ്. അങ്ങനെ PC ഒരു വികാരമായ PC ജോർജിനെ കൊണ്ട് എന്റെ കുരിശടിയുടെ ജംഗ്ഷനിൽ ഞാൻ അധ്യക്ഷത വഹിച്ച് PC ജോർജ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു യോഗം നടന്നു. PC ജോർജിന്റെ തനതായ ശൈലി വികാരത്തോടു കൂടി ആ ഒരു വൈചാരികമായിട്ടുള്ള പങ്ക്, ആ ഒരു പിന്തുണയൊക്കെ നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ വേദിയിൽ ഈ ഒരു പ്രദേശത്ത് മുഴുവൻ ഞാൻ ക്യാമറ സ്ഥാപിക്കും. ഏതൊക്കെയാണ് ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ളത് അവരെയൊക്കെ നമ്മൾ പിടിച്ചിരിക്കും എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. 5 വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ഞാൻ അവിടെ ആ പൂഞ്ഞാറിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ മുണ്ടക്കയത്തെ കുഞ്ഞാടുകളുടെ അരികിൽ ചെല്ലുമ്പോൾ പറയുകയാണ് PC ഒരു വികാരമല്ല എന്ന് പറയുന്നത്. ഈ മാറ്റം ഒരു ലക്ഷ്യം തെറ്റലാണ്. പ്രിയപ്പെട്ട PC ജോർജിനെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷെ ലക്ഷ്യം തെറ്റലിൽ നിന്ന് മാറി വരാൻ അദ്ദേഹത്തിന് കഴിയണമെന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ശത്രു പഠിപ്പിക്കുന്നു നമ്മെ ക്ഷമിച്ചിടാൻ അവനെ നമിക്കുക. അതുപോലെ അദ്ദേഹം പോലെ നമ്മുടെ ഗുരുവാണ്. കാരണം ഇങ്ങനെ ജീവിച്ചുകൂടാ എന്ന് പഠിപ്പിക്കുന്നത് PC ജോർജാണ്. ഇങ്ങനെ നമ്മൾ ജീവിച്ചുകൂടാ എന്ന പാഠം നമുക്ക് തരുന്നത് വഴി അദ്ദേഹം നമുക്ക് ഗുരുസ്ഥാനീയനാണ്. അദ്ദേഹത്തെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് മാനവ സാഹോദര്യത്തിന്റെ ഒരു വേദിയിലൂടെ സഞ്ചരിക്കുവാനുള്ള വലിയ ഒരു ഉൾവിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് പ്രധാനമാണ്. ഞാനിവിടെ സത്യത്തില് ഇതൊരു രാഷ്ട്രീയപരമായ പ്രസംഗമല്ല ഞാൻ നിർവഹിച്ചത്. ഞാൻ പറഞ്ഞത് ബൈബിളിലെ ചില പേരുകളുടെ അർത്ഥം, ആ പേരുകളുടെ അർത്ഥത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയ കാര്യം, അങ്ങനെ വ്യതിചലിച്ചു പോയപ്പോൾ ഉണ്ടാകുന്ന പാപാവസ്ഥ, ആ പാപാവസ്ഥയിൽ നിന്ന് നമ്മൾ കാണാതെ പോയ ആടിനെ കണ്ടെത്തുന്നത് പോലെ തിരിച്ച് കണ്ടെത്താനുള്ള മാനവ സ്നേഹത്തിന്റെ മൈത്രിയുടെ ഒരു സന്ദേശം. ഇത് മാത്രമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. കൂടുതൽ ദീർഘമായി സംസാരിക്കാതെ സമ്മതിക്കാതെ ഇനിയും എത്രയോ വേദികൾ ഇതുപോലെ ഒരുക്കപ്പെടേണ്ടതുണ്ട്. ആ കാക്ക ഇവിടെ വന്നപ്പോൾ മാതാവിനെ കുറിച്ച് കൂടി ഞാൻ ഓർത്തു. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുക്കുവ പിള്ളേര് മുങ്ങിയെടുത്തു, പിള്ളേര് തട്ടിപ്പറിച്ചു എന്ന് പറയുന്ന ഒരു പാട്ട് പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ട്. അയ്യപ്പന്റെ അമ്മ അയ്യപ്പനോട് സ്നേഹമുള്ളത്
കൊണ്ടാണ് നെയ്യപ്പം ഉണ്ടാക്കിയത്. പക്ഷെ എത്ര പേര് കഴിച്ചെന്ന് ആലോചിച്ച് പോകും. അതുപോലെ ഈ ഒരു സമൂഹത്തിൽ പൊതിച്ചോറുകൾ നൽകി മാനവ ഐക്യത്തിന്റെ ആ ഒരു വലിയ സന്ദേശം പ്രവർത്തനത്തിലൂടെ, കർമ്മകാണ്ഡങ്ങളിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന DYFI എന്ന പ്രസ്ഥാനത്തിന് എല്ലാ ആശംസകളും ഹൃദയത്തിൽ നിന്ന് നേർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഐക്യത്തിന്റെ അനുഭവത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയട്ടെ. അതുവഴി സന്യാസിമാർക്കും അച്ഛന്മാർക്കും മൗലവിമാർക്കും ഒരുമിച്ചിരിക്കുവാൻ വീണ്ടും അവസരം ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.